നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന പോലെ പുകയുകയാണ്. 2025 ഡിസംബർ 28 സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭം ഇന്ന് അവിടുത്തെ ഭരണകൂടത്തിന്റെ അടിത്തറയിളക്കുന്ന വിപ്ലവമായി മാറിയിരിക്കുന്നു. റിയാലിന്റെ മൂല്യത്തകർച്ചയിൽ തുടങ്ങിയ പ്രതിഷേധം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെയുള്ള പോരാട്ടമായി മാറുമ്പോൾ ലോകശക്തികൾ ചേരിതിരിഞ്ഞു നിൽക്കുകയാണ്. 500-ലധികം ജീവനുകൾ ഇതിനോടകം തന്നെ ബലി കഴിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രക്ഷോഭകരെ അടിച്ചമർത്തിയാൽ സൈനികമായി ഇടപെടുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതോടെ ഇതൊരു ആഭ്യന്തര പ്രശ്നത്തിൽ നിന്ന് ആഗോള യുദ്ധത്തിലേക്ക് പരിണമിച്ചിരിക്കുന്നു. ഈ നിർണായക ഘട്ടത്തിൽ അമേരിക്കയെ തടയാൻ ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തിയത് പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ ആഭ്യന്തര പ്രക്ഷോഭം ലോകരാജ്യങ്ങൾ ഏറ്റെടുത്ത നിലയിലേക്ക് മാറുകയാണ്. ഇറാനെ ആക്രമിക്കരുതെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളായ UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾ. നിലവിലെ ഇറാനിയൻ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആഗോള എണ്ണ വിപണിയെ അസ്ഥിരപ്പെടുത്തുമെന്നും ഒടുവിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പോലും അത് ദോഷകരമായി ബാധിക്കുമെന്നും ഗൾഫ് രാജ്യങ്ങൾ താക്കീത് നൽകുകയാണ്. അതായത് ഇറാനെ തൊട്ടാൽ കളി മാറുമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീഷണി പടരുകയാണ്. ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഇറാനും വെറുതെ ഇരിക്കില്ലെന്നും അമേരിക്കയിലെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ തകർക്കുമെന്നും ഇറാനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതായാലും ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇറാനെതിരെ ഒരു ചെറിയ സൈനിക നീക്കം ഉണ്ടായാൽ പോലും അത് വലിയൊരു യുദ്ധത്തിന് കാരണമാകുമെന്ന് ചുരുക്കം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ ആഗോള ഊർജ വിതരണം പാടെ തകരും. തങ്ങളുടെ അയൽ രാജ്യമായ ഇറാൻ ആക്രമിക്കപ്പെടുന്നത് മേഖലയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെയും കപ്പൽ പാതകളെയും അപകടത്തിലാക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആഗോള എണ്ണ വിപണിയെ തകർക്കുമെന്നും അതൊടുവിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നും ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഇറാന്റെ ആഭ്യന്തര പ്രശ്നം ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അത് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഏറ്റെടുക്കുന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. പിന്നീട് അതൊരു വലിയ യുദ്ധത്തിലേക്ക് എത്തും. ഇറാനിലെ ആഭ്യന്തര പ്രശ്നം ഇപ്പോൾ ലോകത്തിന്റെ തന്നെ സമാധാനത്തെ ബാധിക്കുന്ന വിഷയമായി മാറിയിരിക്കുന്നു. അമേരിക്കയുടെ സൈനിക താല്പര്യങ്ങളും ഇറാന്റെ ഭരണകൂട സംരക്ഷണവും ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ആശങ്കകളും തമ്മിലുള്ള ഒരു വടംവലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധം എന്നത് ആർക്കും ഗുണകരമാകില്ല എന്ന തിരിച്ചറിവിലാണ് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നയതന്ത്രപരമായ ഇടപെടലുകൾ പരാജയപ്പെട്ടാൽ ഇറാനിലെ തെരുവുകളിൽ തുടങ്ങിയ ഈ തീ പശ്ചിമേഷ്യയും കടന്ന് ലോകം മുഴുവൻ ആളിപ്പടരുന്ന ഒരു മഹാമാരിയായി മാറുമെന്നതിൽ തർക്കമില്ല. ഇറാന്റെ തെരുവുകളിൽ റിയാലിന്റെ മൂല്യ തകർച്ചയ്ക്കെതിരെ ഉയർന്ന അമർഷം ഇന്ന് വെറുമൊരു ആഭ്യന്തര കലാപമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തി പോരാട്ടത്തിന്റെ തുടക്കമാവുകയാണ്. മാനുഷിക മൂല്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും ഒരേ സമയം ഏറ്റുമുട്ടുന്ന വിചിത്രമായൊരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിലവിലുള്ളത്. സാധാരണഗതിയിൽ ഇറാന്റെ നിലപാടുകളോട് എതിർപ്പുള്ള ഗൾഫ് രാജ്യങ്ങൾ പോലും അമേരിക്കയെ സൈനിക നീക്കത്തിൽ നിന്ന് വിലക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അത് ആരെയും വിജയിപ്പിക്കില്ലെന്നും മറിച്ച് ലോകത്തെ ഒന്നടങ്കം സാമ്പത്തിക തകർച്ചയിലേക്കും ഊർജ്ജ പ്രതിസന്ധിയിലേക്കും തള്ളിയിടുമെന്നുമുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. വിവരവിനിമയ സംവിധാനങ്ങൾ തടഞ്ഞും പ്രക്ഷോഭകരെ അടിച്ചമർത്തിയും ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികൾ ഒരു പരിധിവരെ ജനശബ്ദത്തെ തടഞ്ഞേക്കാം. എന്നാൽ അന്താരാഷ്ട്ര അതിരുകൾ കടന്ന് ഈ പ്രശ്നം ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതൊരു നയതന്ത്ര അഗ്നിപർവ്വതമായി മാറുകയാണ്. അമേരിക്കയുടെ സൈനിക മോഹങ്ങളും ഇറാന്റെ പ്രതികാര ഭീഷണികളും തമ്മിലുള്ള വടംവലിയിൽ ബലിയാടാകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഒരു ചെറിയ സ്തംഭനം പോലും ലോകത്തിന്റെ എക്കണോമിക് പവർ ഹൗസുകളെ നിശ്ചലമാക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തീ പശ്ചിമേഷ്യയുടെ അതിരുകൾ ഭേദിച്ച് ഒരു മൂന്നലോഹ മഹായുദ്ധമായി പടരാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആഭ്യന്തര വിപ്ലവങ്ങളെ അടിച്ചമർത്തുന്നതിനേക്കാളും വിദേശ സൈന്യങ്ങൾ മണ്ണ് പിടിച്ചടക്കുന്നതിനേക്കാളും പ്രധാനം ആഗോള സമാധാനവും സ്ഥിരതയുമാണെന്ന് എല്ലാവരും തിരിച്ചറിയണം. നയതന്ത്രത്തിന്റെ വാതിലുകൾ അടയുകയും ആയുധങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന നിമിഷം അത് ലോകം ഇതുവരെ കാണാത്ത വലിയൊരു ദുരന്തത്തിന്റെ തുടക്കമായിരിക്കും. ഇറാനിലെ തെരുവുകളിൽ നിന്ന് ഉയരുന്ന പുക ലോകമാകെ പടരുന്ന ഒരു മഹാമാരിയായി മാറുന്നതിന് മുൻപ് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ്. സമാധാനപരമായ നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുള്ള അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്.